ചെറുപ്പകാലത്ത് നല്ല സുഹൃത്തുക്കളായിട്ട് പഠിച്ച് പിന്നീട് അവർ വേർപിരിഞ്ഞു. പിന്നീട് ഒരിക്കലും തന്നെ കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല. അത്രയും ദൂരത്തായിപ്പോയി. പിന്നീട് ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട് കണ്ട സമയത്താണ് ഇയാൾ ഇങ്ങനെ ചോദിക്കുന്നത്, മേ കഭി സോച്ചാ ഭി നഹീ താ കി ആപ്കോ ഇസ് തരഹ മുലാഖാത്ത് ഹോഗി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സന്ദർഭം വെറുതെ ക്രിയേറ്റ് ചെയ്താണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്ത് എന്നെ ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നീ നല്ലോണം പഠിക്കുന്ന ആളാണ്, നീ വലിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണ്, നീ ഇപ്പോൾ ഇവിടെ ഇതാ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും ആട്ടെ. ഒരു അന്താളിച്ച് പോയ സമയത്താണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല, എന്ത് പറ്റി ക്യാവുകയാ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതാണ്, മേ കബി സോച്ചാ ബി നഹി. സോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോച്ച ചിന്തിച്ചിട്ടില്ല, ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കുക എന്നുള്ള സോച്ച. കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറയുന്നില്ല. കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് കബി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഒരിക്കലും. ഇവിടെ ഒരിക്കലും എന്നില്ല എന്നാണ് പറഞ്ഞത്, ഒരു നെഗറ്റീവിലാണ് വരുന്നത്. കബി പറഞ്ഞിട്ട് സോച്ചാബി നെഹി എന്ന് പറഞ്ഞതിനെ കൊണ്ട് നെഗറ്റീവിലാണ്. ചിലപ്പോൾ എന്നുള്ളതിന് പകരം ഒരിക്കലും തന്നെ ഇല്ല എന്നുള്ളതാണ്. മേ കബി ഒരിക്കലും, ഞാൻ ഒരിക്കലും സോച്ചാബി നെഹീത്ത ചിന്തിച്ചിട്ടില്ല. നെഹീത്ത സോച്ചാബിനെ അതിനെക്കുറിച്ചേ ചിന്തിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എന്തെന്നാൽ ആപ്സെ താങ്കളെ ഇപ്രകാരം മുലാഖാത്ത് ഹോഗി, ഇപ്രകാരം കണ്ടുമുട്ടുമെന്ന്. മുലാഖാത്ത് ഹോഗുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. മുലാഖാത്ത് ഹോഗി, ഇപ്രകാരം കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടില്ല. ഇപ്രകാരം ക്യാ ഹോഗ, എന്ത് പറ്റി മോനെ, എന്താ സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ?